ജേക്കബ്, വിവരങ്ങൾ അറിഞ്ഞല്ലോ. ഈ പരാതിക്കാരിക്കൊരു മുഖമുണ്ട്, അവർക്ക് പരാതിയുണ്ട്, നിയമവഴിയിൽ മുന്നോട്ട് പോകാൻ അവർ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രിയെ നേരിട്ടെത്തി അറിയിക്കുന്നു, രേഖാമൂലം പരാതി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ആരാണ് പരാതിക്കാർ, ഇതൊക്കെ എന്താണ്, ഈ ഓഡിയോ ആരുടെ ശബ്ദമാണെന്നൊക്കെയുള്ള ചോദ്യത്തിന് ഇപ്പോഴൊരു മറുപടി അതിജീവിത നേരിട്ടെത്തി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക്. അവർ നിയമവഴിയിൽ പോവുകയാണ്. എന്താണ് പ്രതികരണം? ഇത് ഇപ്പോഴാ നേരത്തെ കോൺഗ്രസ് നേതാക്കളിൽ ചിലരൊക്കെ പറഞ്ഞതാണ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകൾ അല്ലെങ്കിൽ ആ വലിയ ആരോപണത്തിന്റെ നിഴലിൽ നിന്ന് സർക്കാർ മറികടക്കാൻ, ആ പ്രതിസന്ധി മറികടക്കാൻ ഇത് ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് പരാതിക്കാരി നേരിട്ട് വരുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? അങ്ങ് സൂചിപ്പിച്ച ഈ കേസും ഇതുമായിട്ടൊന്നും സമീകരണം അർഹിക്കുന്നതേയല്ല. താരതമ്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പുലബന്ധം നമുക്ക് ആരോപിക്കാൻ പോലും കഴിയുന്നതല്ല. അത് അവിടെ ഇരിക്കട്ടെ. മറ്റൊരു കാര്യം, അങ്ങനെ ആരോടും ഉന്നയിക്കുന്ന അല്പബുദ്ധികളുണ്ടോ അത് പിന്നീട് ആ ഘട്ടത്തിൽ പരിശോധിക്കുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഈ കേസിന്റെ പ്രത്യേകത എന്താണ്? ഈ കേസിന്റെ ആദ്യമദ്യാന്തം നിങ്ങൾ ഏതനുഭവങ്ങളെന്ന് നിങ്ങളെടുത്ത് പരിശോധിക്കുക. ഇത്തരം സ്വഭാവമുള്ള ഒരു ക്രിമിനൽ സെക്ഷൽ പെർവർട്ട് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ, അത് ഇടതുപക്ഷമോ സംഘപരിവാരമോ കോൺഗ്രസോ ഏതുമാവട്ടെ, ഒരു മതജാതി സാമുദായിക സാംസ്കാരിക സംഘടനകൾ ഏതുമാവട്ടെ, ഇങ്ങനെ അധമമായ മനസ്സോടുകൂടെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ് ക്രിമിനൽ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. സാമൂഹിക ബഹിഷ്കരണത്തിന് നമ്മൾ ഇരയാക്കേണ്ട മനോഭാവമല്ലേ ഇത്തരം സംഘങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? അതിലിപ്പോഴും ഞാൻ വാർത്തകളെന്ന് മനസ്സിലാക്കുന്നു, അങ്ങ് സൂചിപ്പിച്ചതുപോലെ പരാതി കൊടുക്കാൻ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. സത്വര നടപടികളിലേക്ക് ആ പരാതി നീങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ ഇന്നും ഇന്നലെയും നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ്? കേരളത്തിലെ കണ്ണൂർ പാർലമെന്റ് മെമ്പർ, കോൺഗ്രസിന്റെ സമുന്നത പദവി അലങ്കരിച്ചിരുന്ന നേതാവാണല്ലോ, ഇപ്പോഴും അലങ്കരിക്കുന്നയാളാണല്ലോ, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്? ഇദ്ദേഹത്തിന്റെ PR സംഘത്തിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പണിയെടുക്കാൻ ലക്ഷങ്ങളോ കോടികളോ ചെലവിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അടിമ സംഘങ്ങൾ, ആ അടിമ സംഘങ്ങൾക്ക് ഓശാന പാടാൻ ക്യൂ നിൽക്കുന്ന അപൂർവം ചില ചലച്ചിത്ര മേഖലയിലെ ജന്മങ്ങൾ, ഇവരൊക്കെ ആരെയാണ് പിന്തുണയ്ക്കുന്നത്? ഇവർ മനസ്സിലാക്കേണ്ടതില്ലേ, ഇവരുടെ കുടുംബത്തിലോ ഇവർ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലോ സ്വന്തം കുടുംബാംഗങ്ങൾ എന്നതുപോലെ കരുതുന്ന ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ അതിലെ ഇരയെ ഇവരൊക്കെ പോയി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് മാലയിട്ട് സ്വീകരിച്ച് കുടുംബത്ത് കൊണ്ടിരുത്തുന്നതാണോ ഇവരുടെ സമീപനം? അതാണോ സംസ്കാരം? അവർക്ക് സാമൂഹ്യ അംഗീകാരം ഉണ്ടാക്കിയെടുക്കാൻ ഇവരുടെ പാഴ്വേല ചെയ്ത് അതിനുവേണ്ടി അധ്വാനം നടത്തുക എന്നുള്ളതാണോ ഇവർ സ്വീകരിക്കേണ്ട സമീപനം? ഗൗരവപൂർവ്വം കേരളം ചർച്ച ചെയ്യേണ്ടതല്ലേ? അങ്ങേയറ്റം ഗൗരവപൂർവ്വം. ഒരു പരാതി മാത്രമല്ലല്ലോ, ഏതെങ്കിലും ഒരാളുടെ മാത്രം പരാതിയും പ്രശ്നങ്ങളും മാത്രമല്ലല്ലോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർന്നു വന്നിട്ടുള്ളത്. നാനാ മേഖലകളിൽ നിന്ന് വ്യത്യസ്ത അനുഭവമുള്ള ആളുകൾ ഈ കാര്യത്തിൽ അവരുടെ പ്രതികരണങ്ങൾ നടത്തിയില്ലേ? ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്തായിരുന്നു? മുൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്തായിരുന്നു? ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ച പരാതി അന്വേഷിച്ച് ബോധ്യപ്പെട്ടു, അതിനുശേഷമാണ് നടപടിയെടുത്തെന്നല്ലേ ആദരണീയനായ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എന്നിട്ടും എന്താ ഇത്തരം അടിമ സംഘങ്ങൾ ഇപ്പോഴും ഇത്തരത്തിൽ ക്രിമിനൽ സെക്ഷൽ പെർവേർട്ടുകളായിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവം വരുന്ന ഇത്തരം ജന്മങ്ങളെ ന്യായീകരിക്കാൻ നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം അത്യന്തം ഗൗരവത്തോടുകൂടെ ചിന്തിക്കുകയും സാമൂഹ്യ ബഹിഷ്കരണത്തിന് നമ്മുടെ സമൂഹത്തിന്റെ ഒരു തുറയിലും ഈ മനസ്സുള്ള ഒരാൾ ഉണ്ടാകാൻ പാടില്ല. അത് രാഷ്ട്രീയത്തിലാവട്ടെ, സംസ്കാരത്തിലാവട്ടെ, സമുദായത്തിലാവട്ടെ, സംഘടനയിലാവട്ടെ, എവിടെയും ഈ ക്രിമിനൽ മനോഭാവമുള്ള ഒരാൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. മനുഷ്യനെന്ന നിലയിൽ പ്രാഥമികമായ കടമകളിൽ ഒന്നാണത്. തോമസ് ആണ് പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.